ഇനി കാസർഗോഡേക്ക് പോയാൽ അവിടെ കടലാക്രമണം രൂക്ഷമാണ്. ഈ തൃക്കണ്ണാട് കടപ്പുറത്ത് നിരവധി വീടുകൾ ഇതിനോടകം കടലെടുത്തു എന്നാണ് KV ബൈജു റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി വീടുകൾ ഏതു സമയത്തും കടലെടുക്കാവുന്ന അവസ്ഥയിലുമാണ്. മിക്കയിടങ്ങളിലും കടൽ ഭിത്തി ഇല്ലാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. ഉയർന്ന തിരമാല, അതിനുള്ള ജാഗ്രതാ നിർദ്ദേശവും പ്രദേശത്ത് നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്നും അതിതീവ്ര മഴയാണ് കാസർഗോഡുള്ളത്. ജില്ലയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഇന്നും മഴ ശക്തമാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് തീരപ്രദേശങ്ങളിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കണ്ണാട് കടപ്പുറത്താണ്. ഇവിടെ നിരവധി വീടുകളാണ് ഇത്തരത്തിൽ കടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ്. കടലിന്റെ വലിയ രൗദ്രഭാവം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്തരത്തിൽ വലിയ തിരമാലകളാണ് തീരത്തോട് ചേർന്ന് വരുന്നത്. ഇത് സംസ്ഥാന പാതയിൽ, അതായത് കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി പാലം വഴിയുള്ള സംസ്ഥാന പാതയിൽ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു തീരപ്രദേശം കൂടിയാണ്. വീടുകൾക്ക് മാത്രമല്ല, ഈ സംസ്ഥാന പാതയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ് ഇവിടെ ഈ കടലിന്റെ കടലാക്രമണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ പ്രദേശത്ത് 2000-ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. എന്തായാലും നമുക്കൊപ്പം ഈ പ്രദേശവാസി കൂടിയായ ഒരാൾ കൂടി ചേരുന്നു. സുരേന്ദ്രനാണ് ചേരുന്നത്. അദ്ദേഹം കുറുമ്പ ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് കൂടിയാണ്. സുരേന്ദ്രൻ, നിലവിൽ എന്താണ് നിലവിലൊരു അവസ്ഥ? നിലവിൽ കടൽ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് ഒരു 10 മീറ്ററിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ചില ചെറുമല ഏരിയകൾ 5 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ കടലാണെങ്കിൽ മഴക്കാലം കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയായിട്ട് കടൽ ക്ഷോഭം വളരെ കൂടിയിരിക്കും. കാരണം കടൽ മഴ കൂടിയതുകൊണ്ടാണ്. അപ്പോൾ തീരദേശവാസികൾ വളരെ കഷ്ടപ്പെടും. കഴിഞ്ഞ 2 മാസമായിട്ട് മത്സ്യബന്ധനമായ ഒരു പ്രവൃത്തി ഇവിടെ ഇല്ല. കാരണം വളരെ കഷ്ടത്തിലാണ് കഴിയുന്നത്. അതിനനുസരിച്ച് മുമ്പ് വളരെ വീടുകളും ബിൽഡിങ്ങുകളും തകർന്നിരുന്നു. അത് ഈ വർഷം കൂടി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കടൽ കൂടുതലാണ് ഇപ്പോൾ കാണുന്നത്. കൂടാതെ തൃക്കണ്ണാട് ക്ഷേത്രത്തിൻ്റെ കർക്കിടകം ആയിരക്കണക്കിന് ആൾ വരേണ്ട സമയമാണ് അടുത്ത മാസം 3-ാം തീയതി. അതിനുള്ള സൗകര്യം ഉണ്ടാവുമോ എന്നൊരു സംശയമാണ്. കടലാണെങ്കിൽ വളരെ വളരെ അടുത്തുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ ഇന്നുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. കലക്ട്രേറ്റിൽ പോയി അവിടെ പറഞ്ഞാൽ എല്ലാ വർഷം തോറും കലക്ടർ മുതൽ മന്ത്രി, MP, MLA എല്ലാവരും ഇങ്ങനെ വാക്ക് തരുന്നല്ലാതെ ഇന്നുവരെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടിട്ടില്ല. അതാണ് ഏതായാലും ഇവിടുത്തെ ഏറ്റവും വലിയ പരാതി. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ അധികാരിയുടെ ഭാഗത്തു നിന്നും യാതൊരു നീക്കവും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ്. ഏതായാലും ഈ പ്രദേശത്ത് നിരവധി വീടുകളാണ് ഇത്തരത്തിൽ അപകട ഭീഷണിയിലുള്ളത്. നിരവധി വീടുകൾ ഇതിനോടകം തന്നെ കടലെടുത്തിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇന്നും അതിശക്തമായ മഴ മുന്നറിയിപ്പാണുള്ളത്. മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാണെങ്കിലും പലരും അവരുടെ ബന്ധുവീടുകളിലേക്കാണ് ഇത്തരത്തിൽ മാറുന്ന സാഹചര്യമുണ്ടായത്. ഏതായാലും വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കാസർഗോഡ് വിവരങ്ങളാണ് KV ബൈജു പങ്കുവച്ചത്. അൽന മലപ്പുറത്ത് ലീവ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അൽന മലപ്പുറത്ത് നിലവിൽ ലീവില്ല. റായൂസ് വേൾഡ് തൃശ്ശൂർ മഴയാണല്ലോ. തൃശ്ശൂർ മഴയുണ്ടല്ലേ? ഓക്കെ.